ഞാൻ ഫോട്ടോ കത്തിക്കണമെങ്കിൽ ആനന്ദേട്ടൻ ഇത് ചെയ്യണം. ആനന്ദേട്ടൻ്റെ വിനുവാണ് ഈ പറയുന്നത്. ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഈ കല്യാണത്തിന് ഫോട്ടോ എടുക്കുമ്പോൾ എൻ്റെ അഞ്ജലിയുടെയും ഒരു സൈഡിൽ ആനന്ദേട്ടനും മറ്റേ സൈഡിൽ ഏട്ടത്തെയമ്മയും. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞ സിനിമയുടെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ കാണുന്നത്. നേരത്തെ ഞാനൊരു ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ശരി, രണ്ടുപേരും ഒരേ പൊട്ടേ കാണുന്നു. ഈ സമയം നല്ലൊരു തമിഴ് പാട്ട് ഇതിനകത്ത് പാടുന്നുണ്ട്. നിന്നെ നേരി കാണാൻ ഭയങ്കര ഗ്ലാമർ ആണല്ലോടാ. ഇത് ഞാൻ ആനന്ദേട്ടനെ കാണുമ്പോൾ പറയാൻ വെച്ചിരുന്ന ഡയലോഗാ. അടി അടി. സത്യമായിട്ടും എന്റെ ആനന്ദേട്ടൻ എന്തൊരു സുന്ദരനാ. ഈ ഡയലോഗ് നീ ഏട്ടത്തിയമ്മയുടെ മുമ്പിൽ വെച്ചെന്ന് കാച്ചിക്കോ. ഏട്ടത്തിയമ്മയുടെ അടുത്ത് പറയാൻ എന്റെ അടുത്ത് വേറൊന്നുണ്ട്. പക്ഷെ അവളുണ്ടല്ലോ, നിന്നെ തേച്ചിട്ട് പോയ മറ്റവള്, എനിക്ക് ഉറപ്പാ അവള് നിന്നെ വിട്ടിട്ട് പോയി കെട്ടിയത് ഏതെങ്കിലും മണമുണാഞ്ചനായിരിക്കും. അയ്യോ, സൂപ്പർ ഡയലോഗ്. എന്നിട്ട് അവളിപ്പോ അവനെയും കെട്ടി വേറെ 3-4 കാമുകന്മാരുമായിട്ട് ഒരലന്ന ജീവിതമായിരിക്കും ജീവിച്ചോണ്ടിരിക്കുന്നത്. ഈ സീനൊന്ന് കാണേണ്ടതാ. ഒട്ടും വൈകാതെ ഒരു സുദിനത്തിൽ ആ മണ്ടന്റെ സ്വത്ത് മുഴുവൻ അവൾ അടിച്ചെടുത്തോണ്ട് അതിലേതെങ്കിലും ഒരു കാമുകന്റെ കൂടെ ഒളിച്ചോടും. അത്രയ്ക്കൊക്കെ വേണം. വേണം. നിന്നെ വേദനിപ്പിച്ചിട്ട് പോയ എല്ലാവരും അനുഭവിക്കണം. എന്നിട്ട് അവളെ കെട്ടിയ മണ്ടൻ ഭാര്യ ഉപേക്ഷിച്ചു പോയ സങ്കടത്തിൽ മുഴുഭ്രാന്തനായി ഉടുതുണി ഇല്ലാതെ നിന്റെ മുമ്പിൽ കൂടെ തന്നെ ഇങ്ങനെ കറങ്ങുമടാ. വന്നല്ലോ. ആ സീനാണ് സൂപ്പർ. അവന്റെ കണ്ണൊക്കെ അവൻ ഈ ഇവളെ കാണുമ്പോ ഒരു ഷോക്കാണ്. ഇതാണ് നീ കാത്തിരുന്ന നിന്റെ ചേട്ടത്തിയമ്മ പാർവതി. അല്ല, നിന്റെ മറ്റേ പിശാചിന്റെ പേരും പാർവതി എന്നല്ലേ? ലൈഫ് തന്നെ ഒരു കോമഡി. എന്തായാലും അത് നന്നായി. ഇനി ആ പേര് കേൾക്കുമ്പോ നിനക്ക് എന്റെ ഭാര്യയുടെ മുഖം അല്ലേ ഓർമ്മ വരും? അല്ലേ? ആ, കൊണ്ടുവന്ന ഗിഫ്റ്റ് കൊടുക്ക്. ഗിഫ്റ്റ് കൊടുക്കടാ, നിനക്കൊള്ള. ആനന്ദേട്ട, ഞാനെന്നാ അങ്ങോട്ട്. നീ എവിടെ? മൂത്രമൊഴിക്കാനാണോ? ടോയ്ലറ്റ് അവിടെ അകത്ത്. അല്ല, എനിക്ക് പോയിട്ടൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞാനത് എവിടെ പോന്നു? പ്ലംബിംഗുകാരൻ വരാമെന്ന് പറഞ്ഞത് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. ഇപ്പോഴാ? പോട്ടെ. അല്ല, പ്ലംബിംഗ് പണിക്ക് വിനു. ഐ ആം മായൻകുട്ടി വി. മിസ്റ്റർ ആനന്ദൻ. അതെ. ഭാര്യ പാർവതി. കാര്യം പറ. താങ്കളുടെ സഹോദരി അഞ്ജലിയെ കിട്ടാൻ പോകുന്നത് കൈതോലപ്പറമ്പിൽ വിനു രാമചന്ദ്രൻ. ആണെങ്കിൽ അതേ വിനു തന്നെയാണ് താങ്കളുടെ ഭാര്യയുടെ കാമുകൻ. കാമുകൻ.
നിന്നെയായിരുന്നല്ലടാ തെണ്ടി ഞാൻ ഇത്രയും കാലം തേടി നടന്ന്. ആനന്ദേട്ടാ, നാറി അവന്റെ ഒരു സാരി ഫോണ് ഇതിനായിരുന്നല്ലടാ എന്നെ കൊണ്ട് അവളെ തിരിച്ചു വിളിപ്പിച്ചോണ്ട് വന്ന്. ഓ അല്ലെങ്കിലും തിരിച്ചു വിളിച്ചത് ഞാനല്ലല്ലോ. നമുക്കെല്ലാം മറന്ന് പഴയതുപോലെ ജീവിക്കാം എന്ന് നീയല്ലേ അവളോട് പറഞ്ഞു. ആനന്ദേട്ടാ കാര്യങ്ങൾ അറിഞ്ഞിട്ട് സംസാരിക്കില്ലെങ്കിൽ വായടക്കി. എന്റെ വീട്ടുമുറ്റത്ത് നിന്ന് എന്നോട് വായടക്കാൻ പറയാൻ നീ ആരടാ ഊളെ? തെണ്ടിത്തരം പറഞ്ഞ പിന്നെ മിണ്ടാതിരിക്കണം. പിന്നെ എന്നെ ചതിച്ചെന്റെ കുടുംബം കുട്ടിച്ചോറക്കാമെന്ന് നിന്നോട് ഞാൻ പറയാം. എന്ത് പറയണം? വിനു, ഈ കല്യാണം നീ അങ്ങ് മറന്നേക്ക്. ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ കല്യാണം നടക്കും. അതിന് ആരും അനുവാദം വേണ്ട. ആ എങ്കിൽ നീ വാ, അപ്പൊ കാണാം ഈ ആനന്ദൻ ആരാന്ന്. ഞാൻ വരും. എന്റെ പെങ്ങടെ കഴുത്തി താലി കെട്ടാൻ നീ വന്ന ആ തോളലിന് താഴെ നിന്റെ കൈ ഉണ്ടാവില്ല. അഞ്ജലിക്ക് എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് പറഞ്ഞ ദിവസം നിശ്ചയിച്ച സമയത്ത് ഞാൻ അവളുടെ കഴുത്തി താലി കെട്ടും. എന്നാ കാണാം. ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് തന്നെ കാണാം. കാണാം. ഈ കല്യാണം നടക്കില്ല. അഞ്ജലിയെ വിനുവിന് കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്തൊക്കെയാ നീ പറയുന്നേ? അച്ഛാ, ഞാൻ നിങ്ങളുടെ മകനാണ്. അപ്പൊ എനിക്കുണ്ട് ഈ വീട്ടിൽ ചില അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ. അത് അഞ്ജലിയുടെ കാര്യത്തിലുണ്ട്. അവകാശവും അധികാരവും ഉണ്ടെന്ന് പറഞ്ഞോണ്ടായില്ല. സ്നേഹം വേണം, ബോധവും വേണം. അവസാന നിമിഷം എന്തുണ്ടായിട്ടാ ഈ കല്യാണം വേണ്ടെന്ന് നീ പറയുന്നത്? അത് ഒരച്ഛന്റെ മുഖത്ത് നോക്കി എനിക്ക് പറയാൻ പറ്റില്ല. നിന്റെ അമ്മയുടെ മുഖത്ത് നോക്കി പറ. കാര്യമുണ്ട്, പക്ഷെ അത് എന്നോട് ചോദിക്കരുത്. ഏട്ടാ, ഇത് പാരമ്പര്യമാണ്. നമ്മുടെ കല്യാണത്തിന് എന്റെ ഏട്ടന്മാർ ഇങ്ങനെ തന്നെയായിരുന്നില്ലേ? ഓ ഇത് അതൊന്നും അല്ല. പിന്നെ നിനക്ക് ഭ്രാന്തായ? അച്ഛാ, ഞാൻ അടിച്ചിട്ടില്ല. അതാ കുഴപ്പം. രണ്ടെണ്ണം അടിക്ക്, അപ്പൊ നീ നോർമലാവും. ആദ്യത്തെ ആവേശം കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു. അളിയനെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, അവന്റെ അമ്മൂമ്മയുടെ എന്നെ കൊണ്ടൊന്നും പറയരുത്. ആരെതിർത്താലും എന്റെ പെങ്ങളുടെ കല്യാണം ഞാൻ നടത്തില്ല. കല്യാണം നടത്തില്ല എന്ന് ചുമ്മാ പറഞ്ഞാ പോരാ. കാര്യം എന്താന്ന് എനിക്കറിയണം. അവൻ വെള്ളം ഒഴിക്കും. ആനന്ദേട്ടൻ അടിക്കുമല്ലോ. അവന് വേറൊരു പ്രേമമുണ്ട്. ഉണ്ട്, ആനന്ദേട്ടനല്ലേ പറഞ്ഞേ. അത് മാത്രമല്ല, ഇതിനേക്കാൾ വിരൂപമായൊരു മുഖം അവനുണ്ട്. ഞാൻ സഹിച്ചു. പറയുന്നേക്ക് മോളെ, നമുക്ക് ഈ കല്യാണം വേണ്ട. എനിക്ക് വേണം. ഓഹോ, എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല. ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം ഈ കല്യാണം ഞാൻ സമ്മതിക്കില്ല. എന്നാ ഞങ്ങൾ ഒളിച്ചോടും. അത് നല്ല രസമാണ് പറയുന്നത്. ആമാ കിളി സയൻസ് ഇത് കാണുമ്പോ മോഹൻലാലിന് ഓർമ്മ വരും. നാടോടിക്കാറ്റില് ഇതുപോലുള്ളവന്മാരെ അടി കൊടുത്ത് പറഞ്ഞു. சார் இந்த இடத்துல ஒரு கல்யாணம் நடக்க போகுது இல்லையா சார்? അതിന് നിനക്കെന്താ? எங்க இடத்துல ஒரு கல்யாணம் நடந்தால் ஒரு மரணம் நடக்க போகுது. பயிற்சி കണ്ട കണ്ട ഈ അലവലാതിക്ക് ഒരു കാര്യം മനസ്സിലായി. നീ വാ 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 വാ. ഇവനെ കണ്ട ഒരു വശപ്പശക ലക്ഷണമുണ്ട്. അച്ഛനെ കണ്ടാലും ഇല്ലേ? அப்படியா? കർക്കിടകത്തിൽ 7ാം ഭാവത്തിൽ വേടം വന്നാൽ ഗുളികനെങ്കിൽ ഇറക്കും. അതിന് കർക്കിടകത്തിൽ ഗുളിയല്ലല്ലോ. റൈറ്റ് ആൻസർ. നീങ്ക ജയിച്ചില്ല. മുരുക മുരുക പുലി മുരുക. ഡിസ്റ്റർബ് ചെയ്യല്ലേ, അവൻ കോൺസെൻട്രേറ്റ്. Praise the Lord. இந்த பக்ஷி சாஸ்திரம் வந்து நிஜமா சத்தியமுள்ளது. താൻ ചീട്ടെടുക്ക്. அம்மா செஞ்சோம்மா, வேகம் வந்து சீட்டடம்மா, சீக்கிரம் வாங்கம்மா சீட்டடம்மா. ഇതാണ് രസകരമായിട്ടൊരു രംഗം. வந்துட்டா என் சின்ன ராணி. எடுத்துட்டியா? உள்ளக்கர் மாவளை. തത്ത എവിടെ? നിങ്ങൾക്ക് பார்க்க முடியாது, എനിക്ക് மட்டும்தான் பார்க்க முடியும். അതെന്ത്? அதுதான் ஏன் சித்தி என்ன பேச்சுது. ஏது கடவுள். എടോ, താൻ അതിനകത്ത് നോക്ക്. இங்க இருக்க எனக்கு எல்லாமே தெரியும். இந்த கார்டில் வந்து ஸ்ரீராமன். இந்த கல்யாணம் நடந்தா நாடும் வீடும் உபேட்சிச்சு நீங்க காட்டி போயிடும். ஜோர்ஜ் குலங்கர மாதிரி அலைஞ்சிடும். ജോർജ് കുളങ്ങര മാതിരി അലഞ്ഞിട്ട് விஷயம் காதல், பிரேமலு, மொஹப்பத். അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ല. லவ். അത് കറക്റ്റ്. താൻ ബാക്കി പറ. இந்த பையன் இல்லையா, ആ പയ്യന് പെണ്ണിനോട് അഗാധമായ പ്രണയം ഇருக்கு. അതുണ്ട്, എനിക്കറിയാം. അത് അച്ഛൻ എങ്ങനെ അറിയാം? അതുകൊണ്ടല്ലേ അവര് കല്യാണം കഴിക്കുന്നു. ആ പയ്യന്റെ കാര്യമല്ല ഇത്. പിന്നെ ഇത് വേറെ പയ്യൻ. താൻ വലിയ ഡീറ്റെയിലേക്കൊന്നും പോകണ്ട. ഈ കല്യാണം നിർത്താനുള്ള വഴി പറ. എതുക്ക് ഈ കല്യാണം നിർത്തണോ? പയ്യനെ മാറ്റിയാ പോരെ. இந்த கார்டு பிரகாரம் ஒரு டாக்டர் பையன் இருக்கு. അതേത് ഡോക്ടർ? அவர் வந்து பெரிய சைக்கோ சைக்காட்ரிஸ்ட், பெரிய ஹாஸ்பிடல்.
ഞാൻ ജോർജ് അല്ല അഞ്ജലി. ഞാൻ വന്ന് പക്ഷരാജൻ. ഏത് ജോർജ്? ഏതോ ഇവനാണോ നിന്നെ സ്ഥിരമായിട്ട് ശല്യം ചെയ്യണ ജോർജ്? ആ ഇവൻ തന്നെ. അതെ, ഞാൻ ജോർജാണ്. ചേട്ടാ നിങ്ങളെ പെങ്ങളെ എനിക്ക് ഇടിച്ചു. ഞാൻ തത്തേ പോലെ നോക്കിക്കോളാം. സൂപ്പറേ. നിന്റെ കൈ കിട്ടാൻ കാത്തിരിക്കാൻ അമ്മച്ചിയുടെ പിറകെയല്ല, മുന്നേ ഓടാനാണ് എനിക്ക് ഇഷ്ടം. വീട്ടിൽ പോടി. ഭാര്യയുടെ കാമുകനെ കൊണ്ട് ഇവിടെ ഇരിക്കപ്പുറത്തില്ല. അപ്പോഴാ പെങ്ങൾക്ക് വേറൊരു കാമുകൻ.